ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1682. ഇന്ന് ഓഗസ്റ്റ് മാസം 8-ാം തീയതി 221-ാമത്തെ ദിവസത്തിലെത്തി. മറിയം എന്ന അമ്മ വഴികളിലൂടെ നമ്മൾ നടത്തുന്ന ഈ പുലർകാല യാത്ര, അമ്മ നമ്മളെ ആശ്വസിപ്പിക്കുമെന്ന്, അനുഗ്രഹത്തിന്റെ ഉറവിടമായ യേശു സന്നിധിയിലേക്ക് ആനയിക്കുമെന്നൊക്കെ പറയുകയും വിചാരിക്കുകയും സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഒരു കാര്യം കൂടെ ഓർക്കുന്ന നല്ലതാണ്. അമ്മ കടന്നുപോയ സങ്കടങ്ങളുടെ ചില വഴികളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചില സങ്കടങ്ങളൊക്കെ ചുറ്റുമുള്ള മനുഷ്യർക്ക് നൽകുന്നവരാണോ നമ്മളെങ്കിൽ നമ്മളെ ഈ അമ്മ ശാസിക്കാനായിട്ടും സാധ്യതയില്ലേ? അമ്മ കാര്യമായിട്ട് നമ്മളെ ഒന്ന് ഉപദേശിക്കാനും മുതിരത്തില്ലേ? പുത്തൻ ചില നിർദ്ദേശങ്ങളൊക്കെ തരത്തില്ലേ? ഈ അമ്മ എന്തുമാത്രം അവഗണന ഏറ്റതാണ്, എന്തുമാത്രം അടിച്ചമർത്തപ്പെട്ടതാണ്, ഒരുപാട് അപകർഷബോധം പേറേണ്ടി വന്നതുമാണ്. അതിനെങ്ങനെയാണ് മറികടന്നത്? യേശു എന്ന് പറയുന്ന ഒരു ആത്മബലത്തെ കൊണ്ടാണ്. അങ്ങനെയൊരു ചൈതന്യത്തിന്റെ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചാണ്. അമ്മ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഓരോരുത്തരും സ്വയം അടിച്ചമർത്തപ്പെട്ടവരാണെന്ന് തോന്നുന്നുവെങ്കിൽ, ഏറെ ദുർബലരും അബലരുമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ, ഒരുപാട് അപകർഷബോധം പേറേണ്ടി വരുന്നു എന്ന് വിലപിക്കുന്നുവെങ്കിൽ, ഈ അമ്മ നമ്മളെ വിടുവിക്കും. ഒന്നുമില്ല യോഗ്യതയായിട്ട് പറയാനായിട്ട്. കന്യകയാണ്, വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു, എന്നാൽ വിവാഹം കഴിഞ്ഞിട്ടില്ല. യൗസേപ്പ് ദാവീദ് ഗോത്രത്തിൽപ്പെട്ടയാളാണ്. മറിയത്തിന്റെ ഗോത്രമോ? ലൂക്കോസ് സുവിശേഷകൻ മൗനം പാലിക്കുന്നു. ആ സമൂഹത്തിലെ ഏറ്റവും ദുർബലരുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഈ മറിയം എന്ന ചെറിയ പെൺകുട്ടി. പ്രായമുള്ളവരെ ബഹുമാനിക്കുന്ന ആ സമൂഹത്തിൽ അവൾ തീരെ ചെറുപ്പക്കാരിയായിരുന്നുവെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. പുരുഷന്മാർ ഭരിക്കുന്ന ആ ലോകത്തിൽ അവളൊരു പെണ്ണായിരുന്നുവെന്നും, ധനികർ ഏറെ സ്വാധീനം ചെലുത്തുന്ന ആ സമൂഹത്തിൽ അവളൊരു ദരിദ്രയാണെന്നും നമ്മൾ ഇപ്പോഴും ഓർക്കേണ്ടതാണ്. അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അവളുടെ അസ്തിത്വത്തെ സമർത്ഥിക്കാനായിട്ട്, നിലനിർത്താനായിട്ട് അവൾക്ക് ഭർത്താവുമില്ല, മക്കളുമില്ല. എന്നിട്ടും ദൈവം പ്രസാദിച്ചത് അവളിലാണ്. അതാണ് എന്റെ നിങ്ങളുടെയുമൊക്കെ മുഴുവൻ ഇരുളുപിടിച്ച വർത്തമാനകാല ജീവിതത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉദിക്കുന്ന പ്രത്യാശയുടെ ആ കിരണം, പ്രത്യാശയുടെ പ്രചോദനത്തിന്റെ അനന്തമായ സാധ്യതകളുടെ പ്രകാശം. അമ്മ എന്ന ആ വലിയ മറിയം. ആമേൻ.